എന്നിലുദിക്കണമേ ക്രിസ്തേശുവേ, എന്നിതിൻ സൂര്യനേ ക്രിസ്തേശുവേ, എന്നിതിൻ സൂര്യനേ. ദൈവത്തിൽ നിന്ന് അകന്നുപോയതായ മനുഷ്യവർഗത്തെ ആരിലേക്ക് അടുപ്പിച്ചിട്ടില്ല? ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നിട്ടില്ല. അവരോട് ഉപദേശിച്ചിട്ടുണ്ടായിരിക്കും, പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ആ ദൈവിക പ്രവൃത്തി ആരാ ചെയ്തത്? യേശുവാണ് ചെയ്തത്. അതാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം. അല്ലാതെ എന്താണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്നതോ അങ്ങനെയുള്ള എന്തെങ്കിലും അത്ഭുത പ്രവൃത്തികളോ അല്ല. അത് നടക്കുമായിരിക്കും, അത് ചെയ്യുമായിരിക്കും. പക്ഷേ ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന അത്രയും വലിയ അത്ഭുതമല്ല കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യമാകുന്നത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് എന്താണ്? ഒരു പാപി മനസ്സാന്തരപ്പെടുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം കുഷ്ഠരോഗി സൗഖ്യമാകുന്നത്, ക്യാൻസർ സൗഖ്യമാകുന്നതോ എയ്ഡ്സ് സൗഖ്യമാകുന്നതോ അല്ല. അതൊക്കെ നോർമൽ തിങ്. പക്ഷേ ഒരു പാപി സൗഖ്യമാകുന്നതാണ് ശരിയായിട്ടുള്ള പ്രവൃത്തി. അപ്പോൾ നമുക്ക് കർത്താവിന്റെ പ്രവൃത്തി ചെയ്യണമെങ്കിൽ ഇന്ന് നമുക്ക് എന്താവശ്യമുണ്ട്? വി നീഡ് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മളവനെ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് വളരെ കറക്റ്റാണ്, അല്ലാതെ ഒരിക്കലും പറ്റത്തില്ല. അവനാണ് പ്രവർത്തിക്കുന്നത്, ശരിക്കും പ്രവൃത്തി അവന്റെയാണ്. ഇപ്പോഴത്തെ ഈ ക്രിക്കറ്റിൽ ആരാ പിള്ളേരെ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്നത്? യുവരാജാണ്, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ധോണി, ഓരോ പല അഭിപ്രായമാണ്. അല്ലെങ്കിൽ പോട്ടെ, സച്ചിൻ, മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ. അപ്പൊ സച്ചിൻ 200 റൺസ് എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, അതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? അവന്റെ ഇരിക്കുന്ന ബാറ്റ് ഒരു ഉഗ്രം ബാറ്റാ. അപ്പൊ അതുകൊണ്ട് സച്ചിന്റെ ബാറ്റ് ഞാനൊരു 2 കോടി രൂപ കൊടുത്തിങ്ങ് വാങ്ങിക്കുകയാണെന്ന് വെച്ചു. എന്നിട്ട് നാളെ ഞാൻ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ പോയി സച്ചിന്റെ ബാറ്റ് കൊണ്ട് ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും സംഭവിക്കുന്നത്? ബാറ്റാണോ ഈ സ്കോർ ചെയ്യുന്നത്? അല്ല. ആരാ സ്കോർ ചെയ്യുന്നത്? സച്ചിന്. ഇതുപോലെ ഈൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബാറ്റ് ആവുകയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. പക്ഷെ ആരുടെ കയ്യിലാണ് ഇതിരിക്കേണ്ടത്? യേശുവിന്റെ കയ്യിലായിരിക്കണോ ഇരിക്കുന്നത്? യേശുവിന്റെ കൈ. അതാണ് വസ്തുത. ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള അർത്ഥം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അവൻ നമ്മളെ ഉപയോഗിക്കും. ബാറ്റ് ഇല്ലാതെ സച്ചിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റൺസ് എടുക്കാൻ പറ്റത്തില്ല. സാധാരണ രീതി ഇങ്ങനൊരു കാര്യം പറയാറുണ്ട്, ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല, പക്ഷെ അവൻ നമുക്ക് കഴിയാത്തത് ഒത്തിരി ഉണ്ട്, അല്ലേ? പക്ഷേ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. പക്ഷെ ദൈവം ചെയ്യാത്തതുണ്ട്. God can, but he will not without man. ദൈവത്തിന് കഴിയും, പക്ഷേ മനുഷ്യനെ കൂടാതെ അവൻ എന്ത് ചെയ്യത്തില്ല. ദൈവത്തെ കൂടാതെ മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയത്തില്ല, പക്ഷെ മനുഷ്യനെ കൂടാതെ ദൈവം ഒന്നും ചെയ്യത്തുമില്ല. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. അവിടെയാണ് ഒരു ബാറ്റ് ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളുടെ കയ്യിൽ, അല്ലെങ്കിൽ ടെന്നീസ് കളിക്കുന്ന ഒരാളുടെ കയ്യിൽ എങ്ങനെ ഇരിക്കുന്നെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈൽഡ് ചെയ്യണം. ഈൽഡ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആത്മാക്കളെ നേടുവാനായിട്ട് കഴിയും. അവൻ ചെയ്യുന്ന പ്രവൃത്തി അതിലധികമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ദൈവം ഓഫർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തില് കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. He is offering, Jesus has promised 3 things to his disciples. First of all, his peace. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ his spirit, അവന്റെ ആത്മാവിനെ അവൻ നമുക്ക് നൽകി. And also he has promised his name. എന്റെ നാമത്തിൽ നിങ്ങൾ ചെന്നോളാൻ. Name is authority. In fact, ഇല്ലേ, അധികാരമാണ് പേരിൽ ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിപ്പോ മാത്യുവിനോട് പറയുകയാണ്, ഇന്നടത്ത് പോയി ഇന്ന സാധനം വാങ്ങിച്ചുകൊണ്ട് പോരെ എന്ന് പറഞ്ഞാൽ എന്നെ അറിയാൻ വയ്യാത്ത ആളാണെങ്കിൽ ഞാൻ ചെന്ന് എന്താ പറയുന്നത്? മാത്യു പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ പറയുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഐ എം ഗോയിങ് ഇൻ ഹിസ് മൈൻഡ്, ഐ എം ഗോയിങ് ഇൻ ഹിസ് നെയിം. ഓക്കെ, മാത്യുവിന്റെ പേരിൽ ഞാൻ ചെല്ലുന്നു. പേരിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. സോ ഈ 14-ാം അധ്യായത്തിൽ ഹി ഈസ് ഗിവിംഗ് ഹിസ് പീസ്, ഹിസ് സ്പിരിറ്റ് ആൻഡ് ഹിസ് നെയിം. പ്രാർത്ഥനയിൽ ഇതെല്ലാം ആവശ്യമാണ്.
വി നീഡ് ഹിസ് പീസ്, ഹിസ് സ്പിരിറ്റ് ആൻഡ് ഹിസ് നെയിം. നമ്മൾ കുറെ കൂടെ മുന്നോട്ട് പോകണം എന്ന് ഞാൻ ചിന്തിക്കുന്നു. വി നീഡ് ടു പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാണ്. 14 അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹോളി സ്പിരിറ്റ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവന് പിതാവിന്റെ പ്രവൃത്തി യേശു ചെയ്തതുപോലെ യേശുവിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മിൽ ആര് വസിക്കണം? ഹോളി സ്പിരിറ്റ് വസിക്കണം. അവൻ നമ്മളിൽ വസിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. ഇൻഫാക്ട് അവിടുത്തെ ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള സ്റ്റഡീസിനകത്ത് വരുന്ന ഒരു കാര്യമാണ് അത്. അതുകൊണ്ട് ഞാൻ അത്ര അങ്ങോട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അവിടെ പറയുന്നത്, കുറഞ്ഞവന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും, കുറഞ്ഞവന് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണത്തില്ല. ലോകം എന്നെ കാണത്തില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണും. എങ്ങനെ കാണുന്നത്? ഇറ്റ് ഈസ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. ദാറ്റ് മീൻസ് ദ ഹോളി സ്പിരിറ്റ് ഈസ് God himself or Jesus himself. There is no difference. അവിടെ ശരിക്കും ഇതിന്റെ ഓടിച്ചു പറഞ്ഞു പോയി കഴിഞ്ഞാൽ, ഒന്ന്, ജീസസ് സേസ് ഹോളി സ്പിരിറ്റ് വിൽ കം ഇൻ ടു യു. നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അതിന്റെ 19 വാക്യത്തിൽ, കുറഞ്ഞവന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളും എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് അന്ന് നിങ്ങൾ അറിയും. നോക്ക്, നിങ്ങൾ എന്നെ അറിയും, പക്ഷേ ലോകത്തിന് എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എന്നെ കാണാനായിട്ട് കഴിയത്തില്ല. 23 വാക്യത്തിൽ യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഇതാണ് വാസ്തവത്തില് പരിശുദ്ധാത്മാവിന്റെ അനിവാര്യതയെ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ദ ഹോളി സ്പിരിറ്റ് ഈസ് കമ്മിങ്, അല്ലേ? 14 അധ്യായത്തിൽ നമ്മൾ 15 വാക്യം വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത്, എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ചു തരും. കുറച്ച് കഴിഞ്ഞിട്ട് പറയാണ്, ആത്മാവ് വരും, അത് കഴിഞ്ഞിട്ട് ഞാനും പിതാവും കൂടെ വന്ന് നിങ്ങളുടെ ഉള്ളിൽ വാസം ചെയ്യും. ഇപ്പൊ ആരൊക്കെ ഉണ്ട് നമ്മുടെ ഉള്ളിൽ? ആദ്യം പരിശുദ്ധാത്മാവ് വന്നു, പിന്നെ ആര് വന്നു? പിതാവും വന്നു, പുത്രനും കൂടെ വന്നു. ഞാനിപ്പോ ഉദാഹരണമായിട്ട് പറയാണ്, ഒരു വീട് വാങ്ങിച്ചെന്ന് വെച്ചോ, ഒത്തിരി നാൾ ഉപയോഗിക്കാതെ കിടന്നൊരു വീടാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച വീടാണ്. അപ്പൊ വേറെ ഒരു വീട് നമ്മൾ വാങ്ങിച്ചാൽ 1ാമത്തെ ദിവസം തന്നെ കുടുംബമായിട്ട് നമ്മൾ പെട്ടെന്ന് പോയി താമസിക്കാൻ പോകും? ഇല്ല. ആദ്യം എന്ത് ചെയ്യും? നമ്മൾ പോയിട്ട് ആ വീടൊക്കെ ഒന്ന് നോക്കി, ഇതിനെന്തൊക്കെ ചേഞ്ചസ് വേണം, എന്റെ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യും? ആ വീടിനെ ഒന്ന് മാറ്റി മറിച്ച് ഒന്ന് ഒരുക്കി പെയിന്റ് ചെയ്ത് നീറ്റാക്കി, അതായത് എന്റെ ഫാമിലിയെ കൊണ്ടുവരുമ്പോ എന്ത് വേണം? സന്തോഷത്തോടെ വന്ന് താമസിക്കണം. ഇതുപോലൊക്കെ തന്നെയാ വാസ്തവത്തിൽ ഇവിടെ കർത്താവ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങളുടെ അടുത്തേക്ക് ആദ്യം ആര് വരും? പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വന്നിട്ട് പരിശുദ്ധാത്മാവിന് തന്നെ താമസിക്കാൻ വേണ്ടിയല്ല, ആരൊക്കെ കൂടെ താമസിക്കണം? പിതാവിനും പുത്രനും താമസിക്കണം. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നിട്ട് എന്തോ ചെയ്യുമെന്നാ പറയുന്നത്? ഒന്ന് നീറ്റാക്കിയിടും, അല്ലേ? അങ്ങനെ നീറ്റാക്കിയിട്ട് കഴിയുമ്പോൾ താമസിക്കാൻ കൊള്ളാമെന്നൊക്കെ അറിയുമ്പോൾ പിതാവും പുത്രനും കൂടെ വന്നിട്ട് പിന്നെ 3 പേരും കൂടെ അങ്ങ് താമസം തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെ ഒരു താമസം തുടങ്ങുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത്. ആദ്യം ക്ലെൻസിങ്. ഹോളി സ്പിരിറ്റ് വന്നിട്ട് എന്തോ ചെയ്യും? നമ്മളെ ക്ലെൻസ് ചെയ്യാണ്. ക്ലെൻസ് ചെയ്തെല്ലാം ഒന്ന് ക്ലീൻ ആക്കി കഴിയുമ്പോഴത്തേക്ക് പുറകെ വരുന്നു. ആരൊക്കെ വരുന്നു? പിതാവ് വരുന്നു, പുത്രൻ വരുന്നു, എല്ലാവരും കൂടെ വന്ന് ഹോളി ട്രിനിറ്റിയുടെ ഒരു ആവാസ കേന്ദ്രമായി തീരും നമ്മൾ. അങ്ങനെ ആവാസ കേന്ദ്രമായി തീരുമ്പോഴത്തേക്ക് പിന്നെ എന്താ പ്രശ്നം? നമ്മൾ അവനെ ഈൽഡ് ചെയ്യുകയാണ്. അവൻ പിന്നെ ഒരു വീട് നമ്മൾ മാറിക്കഴിഞ്ഞിട്ട് ഒരു when I buy a house, when I start living there, പിന്നെ വീടിന് പ്രത്യേകിച്ചൊന്നും ഇല്ല. വീടൊന്നും, ആ വീട് പിന്നെ ആര് ഉപയോഗിക്കുകയാണ്? ഞാൻ ഉപയോഗിക്കുകയാണ്. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് എന്നെ ക്ലീൻ ചെയ്ത് പിതാവിനും പുത്രനും കൂടെ ഒന്ന് ഇരിക്കത്തക്ക രീതിയിൽ ഒന്ന് പരുവമാക്കി എടുത്തു കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ വന്ന് അങ്ങ് താമസം തുടങ്ങുകയാണ്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് എന്നിൽ അവന് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര രസകരമായ, എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണ് ഇത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പിതാവിനെയും പുത്രനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ആദ്യം ആര് വരണം? പരിശുദ്ധാത്മാവ് വരണം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വലിയ പ്രാർത്ഥനയുടെ അത്യന്താപേക്ഷികത ഉണ്ടായി വരുന്നത്. ഞാനൊരു ദിവസം ഇവിടെ ഹോളി സ്പിരിറ്റിന്റെ ആവശ്യത്തെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനത് അതുപോലെ ഒത്തിരി ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായത്തിൽ കർത്താവ്
പറയുന്ന ഒരു ഉപമയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാനന്ന് പറഞ്ഞത്. നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. എങ്കിലും ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് ആ ഭാഗങ്ങൾ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന്റെ 5 മുതലുള്ള 13 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ നേരത്തെ പഠിച്ചതായ 3 അപ്പം വായ്പ വാങ്ങുന്ന ഒരു സ്നേഹിതനെ കുറിച്ച് നമ്മളവിടെ കാണുന്നത്. അവിടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തുന്നത് എന്താണെന്നറിയാമോ? 13-ാം വാക്യത്തിൽ, അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അപ്പോൾ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വി നീഡ് ടു പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണുന്നത്. അത് വെച്ചാണ് എല്ലാവരും വലിയ പ്രസംഗങ്ങളെല്ലാം വിളമ്പുന്നതെല്ലാം. നന്മ എന്താ നന്മ എന്നറിയാൻ വയ്യാതെയാണ് പല സമയത്തും നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതെല്ലാം, അല്ലേ? നന്മ വാസ്തവത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവാണ്. വെൻ യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഹാവ് ഫ്രം ഗാഡ്. ദൈവത്തിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ എന്താണ്? പരിശുദ്ധാത്മാവ്. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് സെയിം പാസേജ്, സെയിം വാക്യം യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞത് ലൂക്കോസ് എഴുതുമ്പോഴത്തേക്ക് പറഞ്ഞിരിക്കുന്നത്, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും, ഇല്ലേ? എത്ര അധികം കൊടുക്കും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ഇതിന്റെ 7-ാം അധ്യായത്തിന്റെ 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ, ഇല്ലേ? എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തോട്ട് ഒഴുകും. അവിടെ പറയുന്നത് എന്താണ്? അവിടെ വീണ്ടും പറയാണ്, അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറയുന്നത്. അന്ന് വരെ ആത്മാവ് വന്നിട്ടില്ലാതിരുന്നതുകൊണ്ട് അതവർക്ക് മനസ്സിലായില്ല. പക്ഷെ അവിടെ പറയുന്ന കാര്യം, ഇഫ് യു ആർ തേഴ്സ്റ്റി, നിങ്ങൾ ശരിക്കും ദാഹമുണ്ടെങ്കിൽ, ആ ദാഹവാസത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇല്ലേ? പ്രാർത്ഥന എന്ന് പറയുന്നത് വർത്തമാനം മാത്രമല്ല, വാക്കുകൾ മാത്രമല്ല. എന്താണ്? ഇറ്റ് ഈസ് ദി ഹാർട്ട് ക്രൈ ഓഫ് മാൻ. അതുപോലെയുള്ള ഇറ്റ് ഷുഡ് ബി എ ഹാർട്ട് ക്രൈ എന്ന ഹൃദയത്തിന്റെ കരച്ചിൽ. എന്തിനു വേണ്ടിയുള്ള കരച്ചിൽ? പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കരച്ചിൽ, ഇല്ലേ? ആത്മാവിന് വേണ്ടിയുള്ള കരച്ചിൽ. ഇന്നിപ്പോ നമ്മുടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന് വേണ്ടിയുള്ള കരച്ചിൽ ഇന്ന് കേൾക്കാനേ ഇല്ല, ഇല്ലേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഭൗതിക കാര്യങ്ങളിൽ ദൈവം പറയുന്നത് നിങ്ങൾ സംതൃപ്തരായിരിക്കണമെന്നാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. യാതൊരു കാരണവശാലും ഭൗതികമായ ഒരു കാര്യത്തെക്കുറിച്ച് അതൃപ്തി ഉണ്ടാകാനായിട്ട് പാടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞ കാര്യമുണ്ട്, അബ്ശാലോമിന്റെ കാര്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ. അബ്ശാലോം പോയത് ആരുടെ അടുത്താണ്? അസംതൃപ്തരായ ആളുകളുടെ അടുത്ത്. ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഭൗതിക കാര്യങ്ങളിൽ പൂർണ്ണ സംതൃപ്തരായിരിക്കണമെന്നാണ്. പക്ഷെ ആത്മീയ കാര്യങ്ങളിൽ എപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കണം. ആത്മീയ കാര്യങ്ങളിൽ എപ്പോഴും ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എപ്പോഴും നമുക്കൊരു ദാഹം, എപ്പോഴും ഒരു വിശപ്പ്, എപ്പോഴും ഒരു കരച്ചിൽ, എപ്പോഴും ഏറ്റവും കൂടിയ, എന്റെ ഇപ്പോഴത്തെ സ്റ്റേജിനേക്കാൾ ഉപരിയായ ഒരു ആത്മീയ അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള വലിയ ഒരു അഭിവാഞ്ച, ആഗ്രഹം, കർത്താവിനോട് ചേരാനുള്ള വലിയ മോഹം. എന്റെ ഉള്ളം നിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാനിടയായിത്തീരും. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നത്, കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നോക്ക്, അപ്പോൾ അവിടെ ആത്മീയ കാര്യങ്ങളിൽ, ആത്മാവിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ എന്തുണ്ടായിരിക്കണം? വലിയ ദാഹം ഉണ്ടായിരിക്കണം. ഭൗതിക കാര്യങ്ങളിൽ എപ്പോഴും സംതൃപ്തി ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രശ്നം ആത്മാവിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ സംതൃപ്തരാണ്. വി ആർ വെരി മച്ച് ഹാപ്പി വിത്ത് വാട്ട് വി ആർ. നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അതിനകത്ത് നമ്മൾ വളരെ സംതൃപ്തരാണ്. ഭൗതിക കാര്യങ്ങളിൽ ജന്മം ചെയ്താൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകത്തില്ല. ഇവിടെ ഇതിന്റെ പ്രോബ്ലം, ഇവിടെയാണ് നമ്മൾ തിരിച്ചു വരേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, തന്നോട് യാചിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. ദൈവത്തിന് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വലിയ അപേക്ഷ. വി നീഡ് ടു പ്രേ ഫോർ ദ ഹോളി സ്പിരിറ്റ്. ഈവൻ ജീസസ് വാസ് പ്രേയിങ് ഫോർ ദ ഹോളി സ്പിരിറ്റ്. യേശു കർത്താവ് അവന്റെ സ്നാന സമയത്ത് ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ സ്നാനമേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നു. എന്താ അതിന്റെ അർത്ഥം? അവൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? പരിശുദ്ധാത്മാവിന് വേണ്ടി. ദൈവം അവന്റെ പ്രാർത്ഥനയെ കേട്ടു. നോക്കുക, യേശു കർത്താവ് നമ്മളെ പോലൊന്നും അല്ലല്ലോ. ഹി വാസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ്. ലൂക്കോസ് സുവിശേഷം 1-ാം വാക്യത്തിൽ പറയുന്നത് അവൻ ആത്മാവിൽ ഉരുവായെന്നാണ്, ഇല്ലേ? ആത്മാവിനാൽ ഉരുവായി. അതിന്റെ 2-ാം അധ്യായത്തിന് 40-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു വന്നു. ഹി വാസ് സ്ട്രോങ് ഇൻ സ്പിരിറ്റ്. ദൈവത്തിന്റെയും മനുഷ്യന്റെയും കൃപയിൽ മുതിർന്നു വന്നു. 52-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് ഗ്രൂ ഇൻ ദ ഫേവർ ഓഫ് ഗാഡ്. അങ്ങനെ ആത്മാവിൽ ഉരുവായ, ആത്മാവിൽ വളർച്ച പ്രാപിച്ച, ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്ന യേശു 30 വയസ്സായപ്പോൾ പറഞ്ഞു, കർത്താവേ, പിതാവേ, ഞാൻ ആത്മാവിലാണ് ഉരുവായത്, ആത്മാവിലാണ് വന്നത്, പക്ഷേ ഐ നീഡ് മോർ ഹോളി സ്പിരിറ്റ്.
ഇതൊക്കെ ശരിയാണെങ്കിലും എനിക്ക് വീണ്ടും എന്ത് വേണം? ഐ നീഡ് മോർ ഹോളി സ്പിരിറ്റ്. കർത്താവ് പറഞ്ഞു യെസ്. കാര്യം കർത്താവ് പറഞ്ഞു തന്നോട് യാചിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ അത് അവന്റെ സ്വന്തം അനുഭവമാണ് പറയുന്നത്. യേശുവിന്റെ സ്വന്തം അനുഭവം കർത്താവ് പറയാണ്, മോനെ ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി എന്റെ പിതാവിനോട് അപേക്ഷിച്ചു, അന്നേരം തന്നെ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ അവന് അയച്ചു. നീ പ്രാർത്ഥിക്ക. തന്നോട് യാചിക്കുന്നവർക്ക് പിതാവ് പരിശുദ്ധാത്മാവിനെ അധികം കൊടുക്കും. സോ വി നീഡ് മോർ ഹോളി സ്പിരിറ്റ്. യേശു കർത്താവിന്റെ ജീവിതത്തിൽ കർത്താവിന് ബോധ്യമായി അവനെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്നത് മാനുഷികമായ നിലയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. എന്താ? മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപഭാരങ്ങളും ഏറ്റെടുത്ത് അതിനെ ചുമന്നൊഴിക്കുന്ന ആ വലിയ ദൈവിക പദ്ധതി നിർവഹിക്കാൻ ആത്മാവിന്റെ കൂട്ട് ആവശ്യമാണെന്ന്. The partnership of the Holy Spirit. So he wanted to see, he never wanted to see that he is alone. He was always with the Father. അവൻ എപ്പോഴും ആരുടെ കൂടെ ആയിരുന്നു? പിതാവിന്റെ കൂടെ ആയിരുന്നു. പക്ഷെ പിതാവിനോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ അവൻ പറയാണ്, I want to see that I am a partner with the Holy Spirit. Lord or Father, you send your spirit upon me. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നിന്റെ ആത്മാവിനെ എന്റെ മേൽ വീണ്ടും അയക്കുക. ആത്മാവിൽ ഉരുവായവനും ആത്മാവിൽ ബലപ്പെട്ടവനും ദൈവത്തിന്റെയും മനുഷ്യരുടെ കൃപയിൽ മുതിർന്നു വന്നവനും ആയിരുന്നിട്ടും അവൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ എനിക്ക് അയക്കണമേ. എന്നിലുദിക്കണമേ ക്രിസ്തേശുവേ, എന്നീതിയിൻ സൂര്യനേ, ക്രിസ്തേശുവേ, എന്നീതിയിൻ സൂര്യനേ. എന്തേഹം ദേഹിയും നിങ്ങളേക്കുണർന്നു, നിൻ സ്നേഹജ്വാലയാൽ ഞാൻ എരിഞ്ഞിടാൻ എന്മേൽ ശോഭിക്കണമേ, എരിഞ്ഞിടാൻ എന്മേൽ ശോഭിക്കണമേ. ജീവപ്രകാശമേ, എൻ ജീവശക്തിയെ, ദൈവത്തിൻ തേജസ്സിനാൽ മിന്നിടുന്നോർ ഉദയ നക്ഷത്രമേ, മിന്നിടുന്നോർ ഉദയ നക്ഷത്രമേ. എന്നിലുദിക്കണമേ ക്രിസ്തേശുവേ, എന്നീതിയിൻ സൂര്യനേ, ക്രിസ്തേശുവേ, എന്നീതിയിൻ സൂര്യനേ. മേഘങ്ങളിൻ പിന്നിൽ നീ മറയാതിന്നു, ഏകമായി കാക്കണമേ മാനസം നിന്മേലുള്ളോർ നോട്ടത്തിൽ, എൻ മാനസം നിന്മേലുള്ളോർ നോട്ടത്തിൽ. മരണത്തിൻ നീഴലാ താഴ്വരയിലും നീ ശരണമാകുന്നതാലേ വിശ്വാസിക്കൂ, ഒന്നുമില്ല പേടിപ്പാൻ, വിശ്വാസിക്കൂ, ഒന്നുമില്ല പേടിപ്പാൻ. എന്നിലുദിക്കണമേ ക്രിസ്തേശുവേ, എന്നീതിയിൻ സൂര്യനേ, ക്രിസ്തേശുവേ, എന്നീതിയിൻ സൂര്യനേ. എന്നാത്മസുന്ദരൻ, എന്നാത്മമാധുര്യൻ, എന്നാത്മവാജിതനും എന്നും എന്നും ദേവകുമാരനെ നീ, എന്നും എന്നും ദേവകുമാരനെ നീ. സകല ഭൂഗോളവും മൂടിടും രാത്രിയെ പകലായി മാറ്റണമേ, നിൻ ശോഭയാൽ എല്ലാം പ്രകാശിക്കുവാൻ, നിൻ ശോഭയാൽ എല്ലാം പ്രകാശിക്കുവാൻ. എന്നിലുദിക്കണമേ ക്രിസ്തേശുവേ, എന്നീതിയിൻ സൂര്യനേ, ക്രിസ്തേശുവേ, എന്നീതിയിൻ സൂര്യനേ.